ഐ എം സോറി മമ്മി. മമ്മിക്ക് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പക്ഷെ മമ്മിക്ക് സന്തോഷവും സ്നേഹവും തിരിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. ഐ എം റിയലി സോറി മമ്മി. ഐ എം റിയലി സോറി. മമ്മി എന്നോട് ക്ഷമിക്കും മമ്മി, പ്ലീസ്. മുറിവ് പെട്ടെന്ന് ഉണങ്ങും. താൻ നല്ല സമാധാനമായിട്ട് ഉറങ്ങണം കേട്ടോ. എന്തെങ്കിലും പേടി മനസ്സിൽ വരികയാണെങ്കിൽ എന്താ ആലോചിക്കണ്ടെന്നറിയോ? ദൈവത്തിനെ കുറിച്ചാണോ? ദൈവത്തിനെ കുറിച്ചുള്ള ചിന്ത തൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അതല്ല, തൊട്ടപ്പുറത്ത് തനിക്ക് കാവലായിട്ടൊരാളുണ്ട്. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ. ഈ ഞാൻ. മനസ്സിൽ പരിഭ്രമം വരുമ്പോൾ അതങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉറക്കം അങ്ങ് പോവും. സുഖമായിട്ട് കിടന്നു. കൂടിയ അളവിൽ ഒരു പുരുഷനും അയാളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നിട്ടും ഞാൻ നവീനിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഞാൻ ഒഴിഞ്ഞു മാറിയല്ലോ. ഞാൻ എന്റെ വിധിയിലൂടെ നടക്കല്ലേ. അതിനല്ലേ എനിക്ക് യോഗമുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ എന്റെ ദൈവങ്ങളെ. ഗാഥമോൾ എത്ര സ്മാർട്ടായ കുട്ടിയാ. ഈ രൂപം കിട്ടിയതുകൊണ്ട് മാത്രം വേറൊരുത്തി മോൾക്ക് തുല്യാവില്ലല്ലോ. അവൾ അഹങ്കാരിയാ. തെരുവിൽ കിടന്ന ഒരുത്തി ഇത്രയും വലിയ സ്ഥലത്തെത്തിയപ്പോ അങ്ങ് അഹങ്കരിക്കാൻ തുടങ്ങി. മോളെ, മോളെ വിട്, എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട. മോളെ, മമ്മിക്കിപ്പോ എന്നെ സ്നേഹത്തോടെ അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മമ്മിയുടെ സ്നേഹം മുഴുവൻ അവളോടല്ലേ, ആ കൃഷ്ണയോട്. ആരാ ഇതൊക്കെ പറഞ്ഞേ? എനിക്കറിയാം. മമ്മിക്കറിയുന്നത് അവക്ക് വേണ്ടിയാ. മമ്മി സന്തോഷിക്കുന്നത് അവക്ക് എന്തേലും നേട്ടങ്ങളൊക്കെ വരുമ്പോഴാ. അവള് പെർഫെക്റ്റാ.
അവക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. നന്നായി സംസാരിക്കും, നന്നായി പാചകം ചെയ്യും, നല്ല ഭക്തയാ. പോസിറ്റീവ് ഒക്കെ ഒരുപാടുണ്ട്. മമ്മി അവളുടെ അടുത്തേക്ക് പൊക്കോ. പൊക്കോ മമ്മി, അവളുടെ അടുത്ത് പോയി നിന്നോ. അതല്ലേ മമ്മിക്ക് സന്തോഷം. എന്റെ മോളെ നീ എന്താ പറയുന്നേ? അതെ, എന്നെ മമ്മിക്ക് പിടിക്കില്ല. ഞാൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. പക്ഷെ മമ്മി ഒരു കാര്യം മറന്നു. ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മമ്മിയെ കണ്ടിട്ടാ. ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും അനുകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മിയാ. എനിക്കത് അറിയാം മോളെ. പക്ഷേ നീ ഒരാളെ കൊല്ലാനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹാ, കണ്ടോ കണ്ടോ, അപ്പോഴും കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ചാ മമ്മിയുടെ ചിന്ത. അതെ, അത് തന്നെയാ ഞാനിപ്പോ ചിന്തിച്ചേ. അവക്ക് എന്തെങ്കിലും പറ്റിയ അവളുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നല്ല. ആ കുറ്റത്തിന്റെ പേരില് നീ ജയിലിൽ പോകുന്ന ഞാൻ ചിന്തിച്ചേ. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് എന്റെ മോള് ജയിലിൽ പോയി കിടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് പണവും പ്രതാപവും ഒക്കെ? എന്റെ മോളെ, എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ഒരു വെല്ലുവിളിക്ക് വേണ്ടി പോലും നീ ജയിലിലാവുന്നതിനെ കുറിച്ച് പറയാൻ ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് പറ്റില്ല. മമ്മിയുടെ സ്നേഹത്തിന് നീ ഇപ്പൊ പുതിയ അളവുകോലുകളൊക്കെ നിശ്ചയിച്ചിരിക്കുക. പക്ഷെ എന്റെ മോൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് എന്ത് സങ്കടം വന്നാലും ആ സങ്കടം പെയ്ത് പെയ്ത് നിറയുന്നത് എന്റെ മനസ്സിലാ. അതിപ്പോഴല്ല, എപ്പോഴെങ്കിലും എന്റെ മോൾക്ക് മനസ്സിലാവും. ചിലപ്പോ ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. മമ്മി, ഐ ആം സോറി മമ്മി. മമ്മിക്ക് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ മമ്മിക്ക് സന്തോഷവും സ്നേഹവും തിരിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. ഐ ആം റിയലി സോറി മമ്മി. ഐ ആം റിയലി സോറി. മമ്മി എന്നോട് ക്ഷമിക്കും മമ്മി, പ്ലീസ്.